ഹലോ ഓൾ, ക്യാമറ മൂവ്മെന്റ് ഷോട്ടുകൾ എടുക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന രണ്ട് എക്യുപ്മെന്റ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് ജിംബൽ ആൻഡ് ഫ്ലൈ ക്യാം. ഇവ രണ്ടും ഉപയോഗിച്ച് മൂവ്മെന്റ് ഷോട്ടുകൾ നന്നായി സ്റ്റെബിലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. എന്നാൽ ജിംബലും ഫ്ലൈ ക്യാമും തമ്മിൽ പല വ്യത്യാസങ്ങളും ഉണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലൈ ക്യാം. ജിബ് ഷോട്ടുകൾ, സ്ലൈഡർ മൂവ്മെന്റുകൾ എന്നിവ പോലുള്ള സിനിമാറ്റിക് മൂവ്മെന്റുകൾ സൃഷ്ടിക്കാൻ ഫ്ലൈ ക്യാമുകൾ ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ സ്റ്റേജ് പ്രൊഡക്ഷൻസുകൾക്ക് ഇവ ഏറ്റവും അനുയോജ്യമാണ്. എന്നാൽ ഇതിൽ ഓട്ടോമാറ്റിക് ഓപ്പറേഷൻ ഇല്ലാത്തതിനാൽ കൂടുതൽ പരിശീലനവും വൈദഗ്ധ്യവും ആവശ്യമാണ്. ഇവ ജിംബലുകളെ അപേക്ഷിച്ച് പ്രവർത്തിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. അടുത്തതാണ് ജിംബൽസ്. ക്യാമറയുടെ ഷേക്ക് കുറച്ചുകൊണ്ട് വീഡിയോകൾ കൂടുതൽ പ്രൊഫഷണലായും ഭംഗിയുള്ളതുമാക്കാൻ ജിംബലുകൾക്ക് സാധിക്കും. നമ്മുടെ ആവശ്യത്തിനും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് മോഡുകളും ആംഗിളുകളും മാറ്റാനും ക്യാമറയുടെ വേഗതയും ദിശയും ക്രമീകരിക്കാനും ജിംബലുകളിലെ സെറ്റിംഗ്സിലൂടെ നമുക്ക് സാധിക്കും. ഇത് നമ്മുടെ ക്യാമറ മൂവ്മെന്റ് ഷോട്ടുകൾ കൂടുതൽ വൈവിധ്യമാക്കാൻ സഹായിക്കുന്നു. എന്നിരുന്നാലും മറ്റു വീഡിയോ സ്റ്റെബിലൈസറുകളെ അപേക്ഷിച്ച് ജിംബലുകൾ കൂടുതൽ ചിലവേറിയതും സെൻസിറ്റീവുമാണ്. ജിംബലുകളിൽ മാനുവൽ ബാലൻസിംഗ് പ്രക്രിയ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ പുതിയ ലെൻസുകളിലേക്കും മൈക്രോഫോണുകളിലേക്കും മാറുമ്പോൾ വീണ്ടും ബാലൻസിംഗ് ചേഞ്ച് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസിന് വേണ്ടി പിക്സൽ ട്വിൻസ് അക്കാഡമിയുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.